വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവാഹം കഴിഞ്ഞ് 8 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ചാനലിലെ 5 ടിപ്സ് മാത്രം ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിൻ്റെ സക്സസ് സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവരെന്തൊക്കെ ടിപ്സാണ് ഫോളോ ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ യാതൊരു തരത്തിലുള്ള പ്രൊഡക്ട്സിൻ്റെയും പ്രൊമോഷൻ ഇവിടെ കൊടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ കിച്ചണിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നത്. നമ്മുടെ കിച്ചണിലാണെങ്കിലും നമ്മുടെ സറൗണ്ടിങ്സിലാണെങ്കിലും നമ്മുടെ ഡയറ്റിലാണെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഏതെങ്കിലും ട്രീറ്റ്മെന്റ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, അത് ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും, ഈ ടിപ്സ് നിങ്ങൾക്ക് കണ്ണും പൂട്ടി ചെയ്യാവുന്നതാണ്. യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഈ ടിപ്സ് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ടിപ്സ്. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഞ്ജിത പ്രകാശ് എന്ന് പറയുന്ന ഐഡിയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ മെസ്സേജ് ഒന്ന് വായിക്കാം. വിവാഹം കഴിഞ്ഞ് 3 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രഗ്നൻസി ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങിയത്. പ്രഗ്നൻസി ആയിട്ടുണ്ടായിരുന്നില്ല, ട്രീറ്റ്മെന്റ്സ് എടുത്തു. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. നാച്ചുറലി ട്രൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെയാണ് ചാനൽ കണ്ടത്. ചാനലിലെ ടിപ്സ് ഫോളോ ചെയ്തപ്പോഴേക്കും പ്രഗ്നൻസി കിട്ടി. ഞാൻ ഫോളോ ചെയ്ത ടിപ്സ് ഏതൊക്കെയാണെന്ന് താഴെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഈ കുട്ടി ഏറ്റവും ആദ്യം ഫോളോ ചെയ്തത്, പാർട്ട്നേഴ്സ് രണ്ടുപേരും ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിച്ചു. നമ്മുടെ എല്ലാവരുടെയും ഫ്രിഡ്ജിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് എഗ് എന്ന് പറയുന്നത്. എഗ്ഗിൽ ഓൾമോസ്റ്റ് ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അയേൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, വിറ്റമിൻ B6 ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്, B12 ഉണ്ട്, വിറ്റമിൻ A ഉണ്ട്. ഇതെല്ലാം അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും എഗ്ഗിന്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നവയാണ്. കൂടാതെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ടുള്ള DHA, omega-3 ഫാറ്റി ആസിഡ് എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ത്രീകളും പുരുഷനും ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആ ടിപ്സ് ഇവരും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നിങ്ങൾ മുട്ട കഴിക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മുട്ട വറുത്തോ അല്ലെങ്കിൽ ബുൾസേ ആക്കിയിട്ടോ അങ്ങനെ ഒന്നുമല്ല എടുക്കേണ്ടത്. നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ എയിമെങ്കിൽ മുട്ട ബോയിൽ ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് കുക്ക്ഡ് ആയതിനു ശേഷം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള മുട്ട ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അതുകൊണ്ട് ഫുള്ളി കുക്ക്ഡ് ആയതിനു ശേഷം പുഴുങ്ങിയ മുട്ട നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് അവർ ഫോളോ ചെയ്ത ഏറ്റവും ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ചെയ്തത് ഉണക്കമുന്തിരി വെള്ളം കുടിച്ചു. ഇത് ക്ലോസ് വാട്ടർ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി കുറച്ച് ഹീറ്റ് ആയതുകൊണ്ട് ക്ലോസ് വാട്ടർ അവോയ്ഡ് ചെയ്തു. പകരം ഉപയോഗിച്ചത് ഉണക്കമുന്തിരി വെള്ളമാണെന്നാണ് പറഞ്ഞത്. ഉണക്കമുന്തിരി വെള്ളത്തിന്റെ സക്സസ് സ്റ്റോറി എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും. ഒരുപാട് പേരാണ് ഉണക്കമുന്തിരി വെള്ളവും ഗ്രാമ്പൂ വെള്ളവും ഉപയോഗിച്ചിട്ട് പ്രഗ്നന്റ് ആയത്. ഉണക്കമുന്തിരി നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ട് കഴിക്കുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഓൾറെഡി അതിനെപ്പറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. തലേ ദിവസം കുറച്ച് ഉണക്കമുന്തിരി കഴുകിയതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ കുതിർത്തി പിറ്റേ ദിവസം രാവിലെ ഉപയോഗിക്കുന്നത് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് സ്ത്രീകൾക്ക് തരുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡി ഒന്ന് ഡിറ്റോക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതുവഴി PCOS, ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ, അതുപോലെ മെൻസ്ട്രൽ ക്ലോട്ട്സ് എന്നൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഇത് പ്രിവെന്റ് ചെയ്യുന്നു. അത് മാത്രമല്ല നമ്മളിൽ അനീമിയ ഉണ്ടാവുന്നത് ഇത് പ്രിവെന്റ് ചെയ്യുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അനീമിയ എന്ന് പറയുന്നത്. വിളർച്ച ഉണ്ടാകുന്നത് ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള അയൺ, വിറ്റമിൻ, കോപ്പർ എന്നിവയെല്ലാം റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. അങ്ങനെ നമുക്ക് അനീമിയ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാം കേട്ടോ. ഒപ്പം സെക്ഷൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം രണ്ടുപേർക്കും ഒരേപോലെ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ അണ്ടത്തിന്റെ ആ ഒരു പ്രവർത്തനവും ആ ഒരു പൊട്ടി പുറത്തേക്ക് വരുന്ന അണ്ടവുമായിട്ട് എളുപ്പത്തിൽ ബീജത്തിന് ചേരാനായിട്ട് സാധിക്കും. ശരീരം മൊത്തം നമ്മുടെ ആ ഒരു ഓരോ ഭാഗങ്ങളും അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം വേണം, സെർവിക്കൽ മ്യൂക്കസ് വേണം, ആ ഒരു ലൂബ്രിക്കേഷൻ ഒക്കെ വേണം കേട്ടോ. അതിന് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ്സ് കൺസപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ടും സപ്പോർട്ട് ചെയ്യുന്നവയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒപ്പം ഇതിൽ അടങ്ങിയിട്ടുള്ള അർജിനിൻ തുടങ്ങിയവ നിങ്ങളുടെ യൂട്രസ്, അതുപോലെ ഓവറി, ഇതിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. PCOD ലക്ഷണങ്ങൾ ഉള്ളവർക്ക് ആ സിംറ്റംസ് ഒന്ന് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്നതിനും ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നു.
അടുത്ത ടിപ്പ് പറഞ്ഞത് മോർണിംഗ് ഒരു 11 മണിക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിച്ചു എന്നാണ്. പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഫ്രൂട്ടും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണോ അത് നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആപ്പിൾ ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും കിവി ആണെങ്കിലും അവോക്കാഡോ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് അടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രൂട്ട്, അതിപ്പോൾ വാഴപ്പഴം ആണെങ്കിലും അതാണെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ബെനിഫിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് ബെനിഫിറ്റ് തരുന്നവയാണ്, ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി കൂടി. അപ്പോൾ നിങ്ങളും ആ ഒരു സമയത്ത് ഒരു മോർണിംഗിന്റെ ആ ഒരു ടൈം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 11 മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് അവർ ഉപയോഗിച്ചത് ഗ്രീൻ ടീ ആണ്. ചായയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ചായ കുടിക്കുന്നത് കൊണ്ടോ കോഫി കുടിക്കുന്നത് കൊണ്ടോ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഒന്നും ശരീരത്തിൽ കിട്ടില്ല. പക്ഷേ ഗ്രീൻ ടീ കുടിക്കുന്നത് കൊണ്ട് അത് മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും എടുക്കുമ്പോഴേക്കും അത് നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. റിച്ച് ആണ്, ആന്റി ഓക്സിഡൻസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഈ ഗ്രീൻ ടീയിൽ. അതുപോലെ അത് നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും എഗ്ഗ് റപ്ചർ ആകുന്നതിനും ഏർലി മിസ്കാരേജ് ഉണ്ടാവുന്നതിനുള്ള സാധ്യതകൾ പ്രിവെന്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ പുരുഷന്മാർക്കാണെങ്കിലും സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഗ്രീൻ ടീ ബ്രാൻഡ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ട്രീ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതുണ്ട്. ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ടീ, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള നല്ലൊരു സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നാണെങ്കിലും ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രീൻ ടീ മേടിക്കാനായിട്ട് സാധിക്കും. ചായയും കോഫിയും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന് പകരം നിങ്ങൾ ഇത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇവർക്ക് കിട്ടി അതുപോലെ തന്നെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അടുത്തതായിട്ട് അവർ ഉപയോഗിച്ചത് സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. സ്വീറ്റ് പൊട്ടാറ്റോ നമുക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് കേട്ടോ. സ്വീറ്റ് പൊട്ടാറ്റോ അഥവാ മധുരക്കിഴങ്ങെന്ന് പറയുന്നത് നമുക്ക് പച്ചക്കറി മാർക്കറ്റുകളിൽ നിന്നും ഒക്കെ ഈസിലി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. സ്വീറ്റ് പൊട്ടാറ്റോയിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫെർട്ടിലിറ്റി ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഫുഡ് ഐറ്റം തന്നെയാണ് ഈ മധുരക്കിഴങ്ങെന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ വിറ്റമിൻ B6 ഉണ്ട്. അത് ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ ബീറ്റ കാരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ബോഡിയിൽ വിറ്റമിൻ A ആയിട്ട് കൺവേർട്ടായി പല റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ബീറ്റ കാരോട്ടിൻ ഓവറിയുടെ ഹെൽത്തും അതുപോലെ അഡ്രിനൽ ഹെൽത്തും ഒക്കെ നല്ലതുപോലെ നടക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ്, അതുപോലെ ഹെവി ബ്ലീഡിങ്, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ഇനി ഉള്ളവർക്ക് അതിന്റെ ലക്ഷണങ്ങളൊക്കെ ഒന്ന് കുറച്ച് അതിന്റെ കണ്ടീഷന്റെ എഫക്റ്റ് ഒന്ന് കുറച്ചുകൊണ്ട് തിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന എഗ് വൈറ്റ് ടെക്സ്ചറിലുള്ള സെർവിക്കൽ മ്യൂക്കസ് ലൂബ്രിക്കേഷൻ, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുക എന്നുള്ള ഒരു സപ്പോർട്ട് മാത്രമല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന പുരുഷന്റെ സെമന് എഗ്ഗ് വരുന്ന അത്രയും നാൾ ഒരു 5 ദിവസമെങ്കിലും മാക്സിമം നമ്മുടെ ശരീരത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് ആണ്. അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ബോഡിയിൽ അത്രത്തോളം സെമന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ഗുണം കൊടുക്കുന്നത് ഫോളിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അണ്ടം പ്രോപ്പർ ആയിട്ട് പീരിയഡ്സിന്റെ 2nd ഡേ മുതൽ അണ്ടം വളരാനായിട്ട് തുടങ്ങും. ഇത് വളരുന്ന ഓരോ സ്റ്റേജിലും ഇത് നാച്ചുറൽ ആയിട്ട് ഗ്രോ ആയിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ റപ്ചർ ആകുന്നതിന് വേണ്ടിയിട്ട് ഈ മധുരക്കിഴങ്ങ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഒപ്പം ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ C നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്തത് PCOD ഉള്ള ആളുകളാണെങ്കിലും മറ്റുള്ള ഇൻഫ്ലമേറ്ററി സിംറ്റംസ് ഉള്ള ആളുകൾക്കാണെങ്കിലും അത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് സഹായിക്കുന്നുണ്ട്. PCOD ഉള്ള ആളുകൾക്ക് ശരീരത്തിൽ വണ്ണം ഒരുപാട് വെക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നത്, അവർക്ക് മറ്റുള്ള തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുന്നതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം PCOD ഉള്ളവർക്ക് ഉണ്ടാവുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് അവരുടെ ഷുഗർ ലെവലിൽ വ്യത്യാസം വരുന്നത്. അതൊന്ന് കൺട്രോൾ ചെയ്യുന്നതിനും ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഷുഗർ ലെവൽ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ അയോണും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ എംബ്രിയോ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഇത്തരത്തിൽ ഹെൽത്തി ആയിട്ട് ഗ്രോ ആകുന്ന എംബ്രിയോയ്ക്ക് എളുപ്പത്തിൽ ബീജവുമായിട്ട് ചേരുന്നതിനും അത് കൂടുതൽ നാള്, അതായത് പ്രഗ്നൻസി ആയിട്ട് സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകുന്നതിനുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഇതിലടങ്ങിയിട്ടുള്ള മഗ്നീഷ്യവും പൊട്ടാഷ്യവും മറ്റു മിനറൽസും ഒക്കെ ശരീരത്തിലെ നമ്മുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്.
മെഡിസിൻസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ടും എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ തന്നെ ആലോചിച്ച് വെക്കുന്ന ഒരുപാട് സ്ട്രെസ്സും കൊണ്ട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒന്ന് ഡൗൺ ആയി പോകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് ട്രൈ ചെയ്തിട്ട് ബെനിഫിറ്റ് കിട്ടിയതാണ് ഈ സ്വീറ്റ് പൊട്ടാറ്റോ. നമ്മളിപ്പോൾ കപ്പയൊക്കെ പുഴുങ്ങില്ലേ, അതുപോലെ സ്വീറ്റ് പൊട്ടാറ്റോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് ആവിയിലിട്ട് പുഴുങ്ങിയിട്ട് കഴിക്കാവുന്നതാണ്. അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് അറിയുമെങ്കിൽ അങ്ങനെ നിങ്ങളത് ഉപയോഗിക്കുക. കുറച്ചൊന്ന് ടേസ്റ്റ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഫുഡ് ഐറ്റമാണത്. അപ്പോൾ നിങ്ങളത് ഒരു 1-2 ദിവസങ്ങളിലെങ്കിലും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈവനിങ് ടൈമിൽ സ്നാക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ലഞ്ച് കഴിച്ച് കുറച്ചധികം വിശക്കുന്ന ടൈമാണല്ലോ, അപ്പോൾ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അടുത്ത ഈ കുട്ടി ഫോളോ ചെയ്തതാണ് 8 വാക്കിങ്ങും ലെഗ് അപ്പ് ദ വോൾ എക്സസൈസും. 8 വാക്കിങ് നമുക്ക് ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ പെൽവിക്കിന്റെ ഭാഗത്തോട്ടൊക്കെ ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് 8 വാക്കിംഗ്. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടുള്ള നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിലോട്ടാണെങ്കിലും നമ്മുടെ താഴെയുള്ള ഓറീസിലോട്ടാണെങ്കിലും യൂട്രസിലോട്ടാണെങ്കിലും ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ വളരെയധികം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നവയാണ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്. നിങ്ങൾക്ക് പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം ബ്ലീഡിംഗ് നിന്നതിന് ശേഷം ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു എക്സസൈസുകൾ രണ്ടും ഫോളോ ചെയ്യാവുന്നവയാണ്. നിങ്ങളിപ്പോൾ ഒരു റൂമിൽ ഇരിക്കുന്ന ഒരു ചെറിയ സ്ഥലമാണ് നിങ്ങൾക്കുള്ളതെങ്കിലും നിങ്ങൾക്ക് 8 വാക്കിംഗ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 8ന്റെ ഷേപ്പിൽ നമ്മൾ നടക്കുന്നതാണ് 8 വാക്കിംഗ്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഡെമോൺസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് വേൾഡ് 8 വാക്കിംഗ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ 8 വാക്കിങ്ങിന്റെ ഡെമോൺസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. ഒപ്പം ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ടീച്ചേഴ്സ് വേൾഡ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് രണ്ടും നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. പല കേസിലും ഗ്രോത്ത് നിന്ന് പോകുന്നത് കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തന്നെ കൊടുക്കണം. അപ്പോൾ 8 വാക്കിംഗ്, ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, ഒപ്പം ഒരുപാട് ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ആയിട്ടുള്ള എക്സസൈസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് വേൾഡ് എന്ന ചാനൽ വിസിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ പ്ലേലിസ്റ്റിനകത്ത് ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കുക കേട്ടോ. അതനുസരിച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ രണ്ടുപേരും ഇവർ ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് പ്രഗ്നന്റ് ആയത്. അപ്പോൾ ഇവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. 8 വർഷമായിട്ട് ഇത്രയധികം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് ഇവർക്ക് പ്രഗ്നന്റ് ആകാൻ സാധിച്ചതെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾക്കും പ്രഗ്നന്റ് ആകാൻ പറ്റും എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് നിങ്ങൾ തന്നെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെയും പോകും. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇനി നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.